DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ലേണേഴ്സ് ലൈസൻസ് എടുക്കാനോ ഡ്രൈവിംഗ് ലൈസൻസിന് പോകാനോ പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാനോ ആലോചിക്കുന്ന എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മോട്ടോർ വാഹന വകുപ്പ് നിരവധി പ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിക്കുകയും ചില പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ ലേണേഴ്സ് ലൈസൻസിലെ പുതിയ മാറ്റങ്ങൾ, ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ അപ്ഡേറ്റുകൾ, ടെസ്റ്റ് സ്ലോട്ടുകളിലെ മാറ്റം, ലൈസൻസ് ലഭിക്കുന്നതിലെ നിലവിലെ സാഹചര്യം, കൂടാതെ ഇനി അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്നിവയാണ്. ആദ്യം ലേണേഴ്സ് ലൈസൻസിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ കേരളത്തിൽ ലേണേഴ്സ് ലൈസൻസ് ലഭിക്കാൻ കമ്പ്യൂട്ടർ അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷ വിജയിക്കണം. ഈ പരീക്ഷയിൽ റോഡ് സൈൻ, ട്രാഫിക് നിയമങ്ങൾ, സുരക്ഷിത ഡ്രൈവിംഗ് എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ലേണേഴ്സ് ലൈസൻസ് 6 മാസം വരെ സാധുവാണ്. പരാജയപ്പെട്ടാൽ വീണ്ടും ഫീസ് അടച്ച് പരീക്ഷ എഴുതാം. അതേസമയം ഇപ്പോൾ വന്നിരിക്കുന്ന വലിയ വാർത്ത എന്തെന്നാൽ ഡ്രൈവിംഗ് ലേണേഴ്സ് പരീക്ഷയ്ക്കായി അപേക്ഷകർക്ക് ഇനി സ്മാർട്ട് ഫോണും ഉപയോഗിക്കാം. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലെ കമ്പ്യൂട്ടർ ക്ഷാമം കാരണം ലേണേഴ്സ് ടെസ്റ്റ് വൈകുന്നത് ഒഴിവാക്കാനാണ് സ്മാർട്ട് ഫോണിൽ പരീക്ഷ നടത്താൻ അനുമതി നൽകിയത്. ഓഫീസുകളിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും ടെസ്റ്റ്. MVD ലീഡ്സ് മൊബൈൽ ആപ്പാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അപേക്ഷകരുടെ മുഖം തിരിച്ചറിയാനുള്ള സംവിധാനം ഇതിലുണ്ട്. ലേണേഴ്സ് ലൈസൻസിന് 3 മാസത്തോളം കാത്തിരിക്കേണ്ട സ്ഥിതി ഒഴിവാക്കാൻ 3 മാസത്തേക്ക് ആഴ്ചയിൽ 5 ദിവസം ലേണേഴ്സ് ടെസ്റ്റ് നടത്തും. അപേക്ഷിക്കുന്നവർക്ക് 3 ദിവസത്തിനുള്ളിൽ ടെസ്റ്റിന് അവസരം ലഭിക്കാനാണ് ഈ മാറ്റം. അടുത്തത് ഡ്രൈവിംഗ് ടെസ്റ്റുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ്. കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വലിയ കാത്തിരിപ്പാണ് ഉണ്ടായിരുന്നത്. ഇത് പരിഹരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഒരു പ്രധാന തീരുമാനം എടുത്തിരിക്കുകയാണ്. ഒരു ദിവസം 40 പേർക്ക് നൽകിയിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകൾ 50 വർദ്ധിപ്പിച്ചു. അടുത്ത 3 മാസത്തേക്ക് 5 പ്രവൃത്തി ദിവസങ്ങളിലും കൂടുതൽ ടെസ്റ്റുകൾ നടത്തി അപേക്ഷകരുടെ ബാക്ക്ലോഗ് കുറയ്ക്കാനാണ് തീരുമാനം. മുൻഗണന പുതിയ അപേക്ഷകർക്കും റീടെസ്റ്റിനുമാണ്. ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കുന്നവർക്ക് 30 ദിവസത്തിനുള്ളിലും തോറ്റവർക്ക് 8 ദിവസത്തിനുള്ളിലും അവസരം ലഭിക്കുന്ന വിധത്തിൽ ക്രമീകരിക്കാനാണ് ശ്രമം. കാത്തിരിപ്പ് ഒഴിവാക്കാൻ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു ദിവസം 40 പകരം 50 ടെസ്റ്റുകൾ നടത്താനും സർക്കാർ അനുമതി നൽകി. 3 മാസത്തേക്ക് എല്ലാ ഓഫീസുകളിലും ആഴ്ചയിൽ 5 ദിവസവും ടെസ്റ്റ് നടത്തും. പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള അപേക്ഷകരുടെ എണ്ണവും പുനഃക്രമീകരിച്ചു. 28 പുതിയ അപേക്ഷകർക്കും 20 പരാജയപ്പെട്ടവർക്കും വിദേശ പഠനത്തിന് പോകുന്ന 2 വിദ്യാർത്ഥികൾക്കും അവസരം നൽകും. മേൽനോട്ടം വഹിക്കാൻ ഇൻസ്പെക്ടർമാരില്ലെങ്കിൽ എൻഫോഴ്സ്മെന്റിൽ നിന്ന് നിയോഗിക്കാനും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്തത് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ്. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് നടപടികളിൽ നിർണായക മാറ്റം വരുത്തിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ, അതായത് LMV വിഭാഗത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ പ്രധാന ഘടകമായ H ടെസ്റ്റിൽ ഇനി മുതൽ റിവേഴ്സ് ഗിയറിലിട്ട് വാഹനം നിയന്ത്രിക്കുമ്പോൾ റിയർ വ്യൂ അഥവാ റിവേഴ്സ് ക്യാമറ ഉപയോഗിക്കാൻ അനുമതി ലഭിക്കും. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ വന്ന പുതിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലും ഈ മാറ്റം നടപ്പിലാക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കൂടുതൽ പ്രായോഗികവും ആധുനിക വാഹന സാങ്കേതിക വിദ്യയുമായി പൊരുത്തപ്പെടുന്നതുമാക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് പുതിയ തീരുമാനം. നിലവിൽ വിപണിയിലിറങ്ങുന്ന നിരവധി വാഹനങ്ങളിൽ റിവേഴ്സ് ക്യാമറ സംവിധാനങ്ങൾ സ്റ്റാൻഡേർഡായി ഉൾപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു മാറ്റം. ഇതുവരെ ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ വാഹനത്തിന്റെ വശങ്ങളിലൂടെയും ഉൾഭാഗത്തെ റിയർ വ്യൂ മിററുകൾ മാത്രം ഉപയോഗിച്ചായിരുന്നു വാഹനം പിന്നോട്ട് ഓടിക്കേണ്ടിയിരുന്നത്. റിയർ വ്യൂ ക്യാമറയുടെ സഹായം സ്വീകരിക്കുന്നത് അനുവദിച്ചിരുന്നില്ല. ഡ്രൈവിംഗ് പരിശീലന രംഗത്തും ടെസ്റ്റ് നടപടികളിലും പുതിയ തീരുമാനം വലിയ മാറ്റത്തിന് വഴിവെക്കുമെന്നാണ് വിലയിരുത്തൽ. പുതിയ നിർദ്ദേശം സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ ഉടൻ പ്രാബല്യത്തിൽ വരും. ഇപ്പോൾ പലരും ചോദിക്കുന്ന മറ്റൊരു സംശയം, ടെസ്റ്റ് പാസ്സായി പക്ഷേ ലൈസൻസ് കിട്ടുന്നില്ല. ഇതിന് കാരണം ചില സമയങ്ങളിൽ പരിവാഹൻ പോർട്ടലിലെ സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു. ചില ജില്ലകളിൽ ടെസ്റ്റ് വിജയിച്ചവരുടെ ലൈസൻസ് അംഗീകരിക്കാനും ഡൗൺലോഡ് ചെയ്യാനും വൈകിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനാൽ ടെസ്റ്റ് പാസ്സായ ശേഷം സ്റ്റാറ്റസ് ഓൺലൈനായി പരിശോധിക്കുകയും ആവശ്യമായാൽ ബന്ധപ്പെട്ട RTOയുമായി ബന്ധപ്പെടുകയും ചെയ്യുക. വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കേരള സർക്കാർ റോഡ് സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. സ്കൂൾ തലത്തിൽ തന്നെ പ്രീ ലൈസൻസ് റോഡ് സേഫ്റ്റി പരിശീലനം ഉൾപ്പെടുത്തുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ ലേണേഴ്സ് പരീക്ഷയുടെ സുരക്ഷയും സുതാര്യതയും വർദ്ധിപ്പിക്കാൻ ഡിജിറ്റൽ പരിശോധനാ സംവിധാനങ്ങളും വ്യാപിപ്പിക്കാനാണ് നീക്കം. അപ്പോൾ 2026 ലേണേഴ്സ് ലൈസൻസ് എടുക്കാനോ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാനോ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട പ്രധാന വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ടത് ലേണേഴ്സ് പരീക്ഷ ഗൗരവമായി തയ്യാറെടുക്കുക, ഡ്രൈവിംഗ് ടെസ്റ്റിൽ സുരക്ഷിത ഡ്രൈവിംഗിന് പ്രാധാന്യം നൽകുക, ടെസ്റ്റ് സ്ലോട്ടുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നതിനാൽ അപേക്ഷകൾ വേഗത്തിൽ നീങ്ങാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക.